വെൽക്കം സ്റ്റുഡൻസ്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് നമ്മൾ ഇനി ബാക്കിയാണ് നോക്കുന്നത്. ഗൈഡ് ലൈൻസാണ് നോക്കുന്നത് കേട്ടോ. ഗൈഡ് ലൈൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നാൽ ഗൈഡ് ലൈൻസ് നോക്കാം. കോഡിംഗ് ഗൈഡ് ലൈൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ്, ഡു നോട്ട് യൂസ് കോഡിംഗ് സ്റ്റൈൽ ദാറ്റ് ഈസ് ടു ക്ലവർ ഓർ ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ചില കോഡിങ് ചെയ്യുമ്പോൾ കോഡേഴ്സ് ഭയങ്കര പ്രിസൈസായിട്ട് ആർക്കും മനസ്സിലാവാത്ത രീതിയിലൊക്കെ ചില പാർട്ട് ഓഫ് കോഡ്സൊക്കെ എഴുതും. അപ്പോൾ അതൊന്ന് മിക്കവാറും എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബേബി എൻജിനീയേഴ്സ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്, തുടക്കക്കാർ ചെയ്യുന്നതാണ്. അവരതിനൊക്കെ ചെയ്യും ആർക്കും മനസ്സിലാവരുത് എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ അതൊരു നല്ല പ്രാക്ടീസല്ല. നമ്മളെപ്പോഴും ഒരു ഫേമിൽ അല്ലെങ്കിൽ ഒരു MNCയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തു വെച്ച സാധനം നമുക്ക് പുറകിൽ വരുന്ന ആളുകൾക്ക്, നമ്മൾ പ്രൊമോട്ട് ചെയ്ത് പോയാൽ നമ്മൾ പുറകിൽ വരുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവണം. അപ്പോൾ ആ രീതിയിൽ അത് ഈസി ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം, ഷോർട്ടായിരിക്കണം. അതായത് കോംപ്ലക്സ് ആക്കി എഴുതാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, അവോയ്ഡ് ഒബ്സ്ക്യൂർ സൈഡ് എഫക്ട്സ്. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ അതിലേക്ക് നമ്മൾ വേരിയബിൾസ് പാസ് ചെയ്യും, പലതും പാസ് ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്യുന്ന ഒരു പോർഷൻസ്, ഓപ്പറേഷൻസ് മോഡിഫൈ ചെയ്യുക, ഗ്ലോബൽ വേരിയബിൾസ് ഒക്കെ ചിലപ്പോൾ ഫംഗ്ഷനിൽ കയറി ഇറങ്ങുമ്പോൾ മോഡിഫൈ ആവുക, ഇത്തരം കാര്യങ്ങളൊക്കെ കുറേ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഒരു വലിയ ലാർജ് സ്കെയിൽ പ്രോഗ്രാം അല്ലെങ്കിൽ കോഡുള്ള ഒരു സിറ്റുവേഷനിൽ ഇതിലെവിടെയാണ് ഇത് മോഡിഫൈ ചെയ്ത് കണ്ടുപിടിക്കുകയൊക്കെ വലിയ പാടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. പിന്നെ ഡു നോട്ട് യൂസ് ആൻ ഐഡൻറ്റിഫയർ മാറും മൾട്ടിപ്പിൾ പർപ്പസ്. പലരും ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യ എന്നൊക്കെ ഇട്ടിട്ട് പല സ്ഥലത്തും എ കൊണ്ടിടും. പക്ഷെ അതൊരു നല്ല രീതിയല്ല. നമ്മളൊരു ഒരു ക്ലീൻ കോഡ് എഴുതുന്ന സമയത്ത് ഓരോ വേരിയബിളിനും ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. ഒരു വേരിയബിളിന് ഒരു പർട്ടിക്കുലർ പേര് ഉണ്ടായിരിക്കും. ആ പേരുള്ള വേരിയബിൾസ് ഇന്ന ജോലിക്കൊക്കെ ഉപയോഗിക്കാൻ പാടൂ. അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു നമുക്ക് കോഡിംഗ് ആയിട്ടുള്ളൊരു പാത്ത് ഉണ്ടായിരിക്കണം. നമ്മുടെ വേരിയബിൾസ് എന്തായിരിക്കണം, നമ്മളെ ലോക്കൽ വേരിയബിൾസ് എന്തായിരിക്കണം, സ്റ്റാറ്റിക് വേരിയബിൾസ് എന്ത് പേരിലായിരിക്കണം. അത് കണ്ടാൽ തന്നെ ഒരു ആ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ആ ഫേമുള്ള ആർക്കും മനസ്സിലാവണം ഈ വേരിയബിൾ എന്ത് പർപ്പസിനാണ് ഉപയോഗിച്ചത്. അല്ലാതെ തോന്നിയ പോലെ വേരിയബിളിന് പേര് കൊടുത്തിട്ട് ഒരേ വേരിയബിളിൻ്റെ പേരിന് പല സ്ഥലത്ത് ഉപയോഗിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും പാടില്ല. നെക്സ്റ്റ് വൺ ഈസ് ഡു നോട്ട് യൂസ്, അത് പറഞ്ഞു ഐഡൻറ്റിഫയർ മൾട്ടി പർപ്പസ്. ദെൻ ഫോർത്ത് വൺ ഈസ് കോഡ് ഷുഡ് ബി വെൽ ഡോക്യുമെൻറ്റഡ്. നമ്മൾ ഈ കോഡ് എപ്പോഴും പക്ക ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം. ഈ കോഡ് ഡോക്യുമെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് കോഡ് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ കമൻറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എഴുതാൻ, ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതുമ്പോൾ ആ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത്, ആ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് എന്താ, ഫംഗ്ഷൻ്റെ പ്രവൃത്തി എന്താണെന്നുള്ളത് നമുക്ക് കമൻറ്റ് ചെയ്തിട്ട്, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല, കോഡ് കമൻറ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കാൻ പറ്റും. കമൻറ്റ് ചെയ്ത് കോഡുകൾ റൺ ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ദ ലെങ്ത് ഓഫ് എനി ഫംഗ്ഷൻ ഷുഡ് നോട്ട് എക്സീഡ് 10 സോഴ്സ് ലൈൻ. ഒരു ഫംഗ്ഷൻ്റെ ലെങ്ത്ത്, ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതി ആ ഫംഗ്ഷൻ കോൾ ചെയ്തു, ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷനത്തെ കോഡൊക്കെ നമ്മൾ വർക്ക് ചെയ്യും. അതാണ് ഫംഗ്ഷൻ്റെ ഒരു രീതി. അങ്ങനെ എഴുതുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു 10 ലൈനിൽ കൂടുതൽ വരാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഓവർ ലൈൻസ് വന്നു കഴിഞ്ഞാൽ അത് കോംപ്ലക്സ് ആയി മാറും, അതിൽ എറേഴ്സ് വരാനുള്ള സാധ്യത കൂടും, അങ്ങനെ പല പ്രശ്നമുണ്ട്. അപ്പോൾ എപ്പോഴും ഫംഗ്ഷനിനകത്ത് എപ്പോഴും 10 ലൈനിൽ കൂടുതൽ വരരുത് എന്നാണ് പറയുന്നത്. ഡു നോട്ട് യൂസ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഏതൊരു പ്രോഗ്രാമിൻ്റെ പോർഷനും ഏത് പോർഷൻസിലേക്കും പോകാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ടെക്നിക്കാണ് ഗോ ടു. ഏതൊരു സിറ്റുവേഷനിൽ നമുക്ക് പ്രോഗ്രാമിൻ്റെ ഏത് പോർഷൻസിലേക്ക് വേണമെങ്കിൽ ജമ്പ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് ഗോ ടു. അതൊരു നല്ല പ്രാക്ടീസ് അല്ല എന്ന് ഞാൻ അന്ന് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അത് ചെയ്യുമ്പോൾ ഈ കോഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചറിനെ അതൊക്കെ ബാധിക്കും. അതൊരു നല്ല രീതി അല്ല ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കോഡ് റിവ്യൂ, നമ്മൾ എഴുതി കഴിഞ്ഞ കോഡ് റിവ്യൂ ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. കോഡ് റിവ്യൂ നമ്മൾ സാധാരണ എന്താ വെച്ചാൽ ഈ കോഡ് എഴുതിയത് എങ്ങനെയുണ്ട്, കാര്യങ്ങൾ എഫക്റ്റീവാണ്, അങ്ങനത്തെ കോസ്റ്റ് എഫക്റ്റീവ്, എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് നോക്കുന്നൊരു സംഭവമാണ്. 2 തരത്തിലുള്ള കോഡ് റിവ്യൂസാണ് നമ്മൾ ചെയ്യുന്നത്. കോഡ് വാക്ക് ത്രൂ ഉണ്ട്, കോഡ് ഇൻസ്പെക്ഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് കോഡ് വാക്ക് ത്രൂസ്. കോഡ് വാക്ക് ത്രൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫോർമലായിട്ടുള്ള, അതൊരു ഫോർമലായിട്ടുള്ളൊരു വേ അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോഡ് വാക്ക് ത്രൂ ചെയ്യുക, അപ്പോൾ ഒരു കോഡ് ഒരു ടീം എഴുതി, അപ്പോൾ ഈ കോഡ് മാനുവലി നമ്മൾ പരിശോധിക്കുകയും ചെയ്യുക. ഒരു എഞ്ചിനീയർ എഴുതിയ കോഡ് അയാളല്ല, വേറെ ടീം പരിശോധിക്കും. ഈ കോഡ് വാക്ക് ത്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടീം ഉണ്ടാക്കുമ്പോൾ അത് കുറഞ്ഞ ഒരു മെമ്പേഴ്സ് ആവരുത്, ഒരുപാട് കൂടും ചെയ്യരുത്. ഒരു 3 മുതൽ 7 വരെ മെമ്പേഴ്സ് ഉണ്ടാകുമ്പോഴുള്ളൂ. കുറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, കാരണം ഞാൻ പറഞ്ഞുതരാം, കാരണം അത്രയും ആളുകളുടെ ആ ഒരു ബുദ്ധി അതിൽ വരില്ല. ഒരുപാട് കൂടുമ്പോൾ, കുറേ പേര് വരുമ്പോൾ എന്താ ആൾ കൂടിയ പാമ്പ് ആവില്ല എന്ന് പറയില്ലേ, സെയിം എഫക്റ്റ് ആവും. അപ്പോൾ കോഡ് വാക്ക് ത്രൂസിൽ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കോഡ് ഓരോ മൊഡ്യൂൾസും സെപ്പറേറ്റ് ഓരോ വ്യക്തി എടുത്തിട്ട് പരിശോധിച്ചിട്ട് അതിൽ ഓരോ ഇൻപുട്ടും നമ്മൾ കൈ കൊണ്ട് തന്നെ കൊടുത്ത് എഴുതി നോക്കി എന്തൊക്കെ എറേഴ്സ് വരാം എന്നുള്ളതൊരു അസംഷനിൽ അത് വരുന്നതാണ് ഈ കോഡ് വാക്ക് ത്രൂ. ഇതിൻ്റെ ഒരു
ഗുണം എന്താ വെച്ചാൽ ആ ആളുകളുടെ എക്സ്പീരിയൻസ് മാത്രമേ അതിൽ കണക്കിലെടുക്കുന്നുള്ളൂ. ഈ കോഡ് വാക്ക് ത്രൂവിൽ പങ്കെടുക്കുന്ന മെമ്പേഴ്സിന് എത്ര എക്സ്പീരിയൻസ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് അവർ കോഡിൻ്റെ എറേഴ്സ് കണ്ടുപിടിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞു അതൊരു ഫോർമൽ മെത്തേഡല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എന്നിട്ട് ഇവർ ഒരു മീറ്റിംഗ് വെക്കും. ഈ മീറ്റിംഗ് വെച്ചിട്ട് ഇവർ കണ്ടുപിടിച്ച ഈ എറേഴ്സൊക്കെ പറയുകയാണ് ചെയ്യുക. ഒരിക്കലും അവിടെ എറേഴ്സിനുള്ള സൊല്യൂഷൻസ് ചെയ്യില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൊല്യൂഷൻ ഒരിക്കലും കണ്ടുപിടിക്കില്ല. തെറ്റുകൾ ഇന്നതാണെന്ന് മാത്രം പറയും. അതിനുള്ള സൊല്യൂഷൻ അത് ചെയ്ത ആളുകൾ തന്നെ കണ്ടുപിടിക്കുക. പിന്നെ മാത്രമല്ല ഇതിപ്പോൾ ഒരു എഞ്ചിനീയേഴ്സ് ചെയ്ത ഒരു കാര്യത്തിന് വേറൊരു എക്സ്പീരിയൻസ്ഡോ അല്ലെങ്കിൽ സെയിം ടീം വെച്ച് നിന്നോ അല്ലെങ്കിൽ അതർ ടീമിൽ നിന്നുള്ള ആളുകളോ ചെയ്ത് ഇത് വെരിഫൈ ചെയ്യുകയാണ് കൈകൊണ്ട് തന്നെ ഓരോ ഇൻപുട്ടൊക്കെ ഇട്ട് നോക്കിയിട്ട് എന്തൊക്കെ ഔട്ട്പുട്ട് വരിക അതിൽ തെറ്റുകളുണ്ടോ നോക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഈഗോ വർക്കൗട്ട് ചെയ്യാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ ഇതൊരു ഇവാലുവേഷൻ എന്നുള്ള രീതിയിൽ, അതായത് ആ കോഡ് എഴുതിയ എഞ്ചിനീയറെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള നിലയ്ക്ക് ഈ കോഡ് വാക്ക് ത്രൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഡ് റിവ്യൂവിൻ്റെ ഇങ്ങനത്തെ ഒരു മെത്തേഡ് പോവാതിരിക്കാൻ വേണ്ടി സാധാരണ ചെയ്യുക ഹയർ ഒഫീഷ്യൽസ് ഒന്നും ഇതിൽ പങ്കെടുക്കില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മാനേജർ ഉണ്ടാവും, ടീം ലീഡോ മാനേജറൊക്കെ ഉണ്ടാവും. അവരൊന്നും എന്ത് ചെയ്യില്ല, ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കില്ല. കാരണം വെച്ചാൽ അവർ പങ്കെടുക്കുമ്പോൾ ആ കോഡ് എഴുതിയ എഞ്ചിനീയറെക്കാട്ടിലും ഹൈ പൊസിഷനിലുള്ള ആളുകളല്ലേ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ പൊട്ടത്തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ എഞ്ചിനീയർക്ക് തോന്നില്ലേ ഞാൻ മോശക്കാരനായോ, അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അവർ ഹയർ ഒഫീഷ്യൽസ് ഇതിൽ പങ്കെടുക്കില്ല. നെക്സ്റ്റ് വൺ ഈസ് കോഡ് ഇൻസ്പെക്ഷൻ. കോഡ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു വേറെ മെത്തേഡാണ്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഡ് ഒരു ഫേമിനെ സംബന്ധിച്ചിട്ട് ആ ഫേമിന് ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ട് അവിടെ വരുത്തുന്ന എററുകളെ കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ ഉണ്ടാവും ഇവരുടെ എഞ്ചിനീയേഴ്സ്. അപ്പോൾ ഏത് കോഡ് കിട്ടിയാലും ഈ എറേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഇൻപുട്ട് സിസ്റ്റത്തിലിട്ട് വർക്ക് ചെയ്യും. ഇത് കുറച്ചും കൂടി നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാനും പറ്റും ഏകദേശം ബേസിക് ഇൻപുട്ട് എറേഴ്സ്, സെമാൻറ്റിക്സ്, പാരാമീറ്റേഴ്സ്, അതിൻ്റെ എറേഴ്സൊക്കെ കാര്യങ്ങൾ നോക്കി അത്യാവശ്യം ചില ഇൻപുട്ടുകൾ കോമൺ എറേഴ്സ് വരുത്തുന്നതൊക്കെ ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആക്കുന്ന രീതിയാണ് ഈ കോഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഇപ്പോൾ താഴെ കുറച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് വരുന്ന എറേഴ്സ് എന്നാൽ യൂസ് ഓഫ് അൺഇനീഷ്യലൈസ്ഡ് വേരിയബിൾ, ഇനിഷ്യലൈസ് ചെയ്യാതെ വേരിയബിൾ ഉപയോഗിക്കുന്നത്, ജമ്പ് ഇൻ ടു ലൂപ്സിനുള്ളിൽ ചാടുന്നത്, നോൺ ടെർമിനേറ്റിംഗ് ലൂപ്പ് എൻഡ് ചെയ്യാതെ പോകുന്നത്, ഇൻകോമ്പാറ്റിബിൾ അസൈൻ ചെയ്തത് കറക്റ്റ് അല്ലാതിരിക്കുന്നത്, അറേ ഇൻഡിസൈസ് ഔട്ട് ഓഫ് ബൗണ്ട്സ്, ഇൻഡിസൈസ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് അറേ പോകുന്നത്, ഇൻപ്രോപ്പർ സ്റ്റോറേജ് ഓഫ് അലൊക്കേഷൻ, അൺഡിക്കൽ അലൊക്കേഷൻ, കറക്റ്റ് അലൊക്കേറ്റ് ചെയ്യാതിരിക്കുക വേരിയബിൾസും സ്റ്റാറ്റിക്സും കാര്യങ്ങളൊക്കെ, മിസ്മാച്ചസ് ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ഫോർമൽ പാരാമീറ്റേഴ്സ് ഇൻ പ്രൊസീജിയർ ക്ലാസ്, മിസ്മാച്ച് ചെയ്യുക കോൾസിലൊക്കെ വിളിച്ചതും കറക്റ്റും തമ്മിൽ വേറെ ആയി തീരുക, യൂസ് ഓഫ് ഇൻകറക്റ്റ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഓർ ഇൻകറക്റ്റ് പ്രസിഡൻസ് എമംഗ് ഓപ്പറേറ്റേഴ്സ്. അതിൽ ഓപ്പറേറ്റേഴ്സ് ഈഫിൻ്റെ ഉള്ളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല വർക്ക് ചെയ്യില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇംപ്രോപ്പർ മോഡിഫിക്കേഷൻ ഓഫ് ലൂപ്പ് വേരിയബിൾസ് ലൂപ്പിൽ ചെയ്യുന്നത് മോഡിഫൈ ചെയ്ത് പുറത്തിറങ്ങും വേറെയായി മാറുന്നത്, കമ്പാരിസൺ ഓഫ് ഈക്വലി ഓർ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വേരിയബിൾ കമ്പയർ ചെയ്യുന്നത് ഉള്ള പ്രശ്നങ്ങൾ, അത്ര കാര്യങ്ങളൊക്കെയാണ് ബേസിക് എറേഴ്സ്. അതൊരു ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ്. പല ഫേമിനും പല രീതിയിലായി അവർ എഞ്ചിനീയേഴ്സ് എഴുതാൻ വരുത്തുന്ന വേറെ മണ്ടത്തരങ്ങൾ വേറെ ഉണ്ടാവും. അതൊക്കെ ഇട്ടിട്ട് ഇത് എറർ ഒന്ന് റിവ്യൂ ചെയ്യുന്ന അതാണ് കോഡ് ഇൻസ്പെക്ഷൻ. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് പഠിക്കുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് പോർഷനിൽ പഠിക്കാം. താങ്ക് യു.